അല്ല ഇച്ചിരി കഴിക്കേ ഉള്ളൂ. രണ്ടാം കിട്ടുന്നത് ഷട്ടറുകൾ തുറന്നിടുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇറാഖിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണിത്. ബാഗ്ദാദിന് 193 കിലോമീറ്റർ അകലെയാണ് ഹദീദ ഡാം. ഇറാഖിലെ ഏറ്റവും വലിയ സൈനിക താവളമായ ക്യാമ്പ് അനാക്കോണ്ടയും വിമതർ ആക്രമിച്ചു. അതേസമയം ബൈജി റിഫൈനറി തിരിച്ചുപിടിച്ചതായി സൈന്യം അവകാശപ്പെട്ടു. റിഫൈനറിയിൽ നിന്നുള്ള ദൃശ്യവും സൈന്യം പുറത്തുവിട്ടു. എന്നാൽ റിഫൈനറി തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് വിമതരും അവകാശപ്പെട്ടു. ഇവിടെ ദൃശ്യമായ പോരാട്ടം നടക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. മാർച്ച് 8-ന് കാണാനായ മലേഷ്യൻ വിമാനം MH370 തകർന്നു വീഴുമ്പോൾ ഓസ്ട്രേലിയ. അതേസമയം വിമാനത്തിലാണ് തെക്കേ അഫ്രിക്കയ്ക്ക് തത്വങ്ങളുടെ 60ാം വാർഷികാഘോഷ ചടങ്ങുകളിൽ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി സംബന്ധിക്കും. ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചൈനീസ് പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. ചൈനീസ് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രതിനിധി